പറഞ്ഞല്ലോ എല്ലാവരും പിന്നെ പരദൂഷണവും ഭേഷണിയും കുഴപ്പവും തർക്കവും ഒന്നും പാടില്ലാതെ അങ്ങനെ തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുക എന്നെപ്പറ്റി ഇപ്പോൾ ഒരു കുറച്ച് ആളുകൾ ഇങ്ങനെ തർക്കവും പ്രശ്നവും പരദൂഷണവും ഒക്കെ പറയുമ്പോൾ ഞാൻ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? നിങ്ങളുടെ ചോദ്യത്തിന് എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴേ, കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരാൾ പിറകിൽ നിന്ന് ഭയങ്കരമായിട്ട് ഓണടിച്ച് ഭയങ്കര ശല്യപ്പെടുത്തുന്നു എന്ന് വിചാരിക്കുക. ഭയങ്കര ശല്യപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, അയാളെ തോൽപ്പിക്കാവുന്നൊരു കാര്യമുണ്ട്. എന്താണ്? തിരിച്ച് എന്താണ്, അയാൾക്ക് പോകാൻ പറ്റാതെ റോഡിൻ്റെ നടുവിലേക്ക് പോയിട്ട് അയാളെ തെറിയൊക്കെ വിളിച്ച്, അതുകൊണ്ട് ഒന്നും നടക്കില്ല. അവിടെ ശത്രുത ഉണ്ടാവും, ഇവിടെ ശത്രുത ഉണ്ടാവും, വെറുപ്പുണ്ടാവും, എല്ലാം കയറും. ആകെ നമ്മളല്ലാതെ ആയി മാറും, മുഖമൊക്കെ ചുവക്കും. ഇതൊന്നുമില്ലാതെ വലിയൊരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ളൊരു മാർഗമുണ്ട്. അതെന്താണ്? സൈഡ് കൊടുക്കുക. ഇത് റോട്ടിൽ മാത്രമല്ല എല്ലാ ജീവിത സന്ദർഭങ്ങളിലും. മാറിക്കൊടുക്കുക. അതിൻ്റെ ഒരു കാരണം എന്താ? ഒറ്റ മിനിറ്റ്. അതിൻ്റെ കാരണം എന്താ അറിയോ? നിങ്ങൾ നല്ലോണം കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നെന്താണെന്നറിയോ? മലയാളത്തിൽ ആർജവം എന്നൊരു പദമുണ്ട്, കേട്ടിട്ടില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ധൈര്യം. ഈ പദം ഉണ്ടായത് ഏത് പദത്തിൽ നിന്നറിയോ? ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു പദത്തിൽ നിന്നാണ്. അതേതാണെന്നറിയോ? ഋജു എന്ന് കേട്ടിട്ടില്ലേ? ഋജുവായ ജീവിതം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഋജു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സത്യം, നേർക്ക് നേരെ. നല്ലോണം ഓർമ്മയിൽ വെച്ചോളൂ കേട്ടോ. ഋജു എന്ന് പറഞ്ഞാൽ എന്താണ്? നേർക്ക് നേരെ. നമ്മൾ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയില്ലേ, അതാണ് നേർക്ക് നേരെ. ആർജവം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താണ്? ധൈര്യം. ആർജവം എന്ന പദം ഉണ്ടായത് ഏത് പദത്തിൽ നിന്നാണ്? ഋജു. നേർക്ക് നേരെ ജീവിക്കുന്ന മനുഷ്യന് മാത്രം ഈ ലോകത്ത് കൈവരുന്നൊരു ധൈര്യമുണ്ട്. അയാൾക്ക് ഒരാളെയും പേടിക്കണ്ട, ഒരാരോപണത്തെയും പേടിക്കണ്ട. അയാളെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒന്നിനെയും അയാൾക്ക് ഭയക്കണ്ട. കാരണം എന്താണെന്നറിയോ? അയാളുടെ കയ്യിലുള്ള ഒരു വലിയ നിധിയുണ്ട്. അത് അയാൾ നേർക്ക് നേരെയല്ലാതെ ജീവിച്ചിട്ടില്ല എന്നുള്ള ആത്മധൈര്യമാണ്. നമ്മുടെ കയ്യിൽ സത്യമുണ്ട് എങ്കിൽ, സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? പടച്ചോൻ്റെ പേരാണ് കേട്ടോ. പടച്ചോൻ്റെ വിശേഷണമല്ല, പടച്ചോൻ്റെ പേര്. അസത്യം ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓടിപ്പോവും, സത്യം പതുക്കെ വരും. അസത്യം എഴുതി വെച്ചതൊക്കെയും മായ്ച്ച് സത്യത്തിൻ്റെ പ്രകാശം എന്താണ് എന്ന് മനുഷ്യന്മാർ അറിയും. അതുകൊണ്ട് കയ്യിൽ സത്യമുണ്ടോ, അയാൾക്ക് ഒന്നും ഓർക്കുക പോലും വേണ്ട. പറഞ്ഞ കാര്യങ്ങളില്ലേ, അയാൾക്ക് ഓർക്കുക പോലും വേണ്ട. അയാൾ മറന്നുപോയാൽ പോലും അയാൾക്ക് ഓർക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം അയാൾ കള്ളം പറഞ്ഞില്ല. അന്ന് പറഞ്ഞത് തന്നെ അയാൾക്ക് ഇന്നും പറയാനുള്ളൂ. 10 കൊല്ലം മുമ്പ് പറഞ്ഞത് അയാൾ മറന്നുപോയി. പക്ഷെ സത്യമാണ് പറഞ്ഞതെങ്കിൽ അയാൾക്കത് ഓർക്കേണ്ട കാര്യം പോലും ഇല്ല. കാരണം അന്ന് പറഞ്ഞത് തന്നെ അയാൾക്ക് ഇന്നും പറയാനുണ്ടാവും. എന്തല്ലേ ഇതിന് ഉത്തരം? എങ്ങനെ? അതിന് സൈഡ് കൊടുക്കണം എന്നാ പറഞ്ഞേ. ആംബുലൻസിന് എന്തായാലും കൊടുക്കൂലേ? അത് പറയേണ്ട കാര്യമില്ല. അതെന്താണെന്നറിയോ? നമ്മൾ തിരിച്ച് അതല്ലാത്തൊരു പ്രതികരണമാണ് ഉള്ളതെങ്കിൽ ഒന്നുകിൽ അവൻ ജയിക്കും, അല്ലെങ്കിൽ നമ്മൾ ജയിക്കും. ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചറിയാം? അവൻ തോറ്റു, നമ്മൾ ജയിച്ചു. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു എല്ലാ മതത്തിലുള്ള ആളുകളെയും വിളിച്ചിട്ടൊരു സമ്മേളനം നടത്തി ഇവിടെ ശിവഗിരിയിൽ, ആലുവയിൽ മണപ്പുറത്ത്. അന്ന് വലിയ പന്തലൊക്കെ ഉണ്ടാക്കി. ആ പന്തലിൻ്റെ പുറത്ത് എന്ത് എഴുതി വെച്ചത് എന്നറിയോ? വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനും ആണ്. നിങ്ങൾ വാദിക്കാനാണോ വരുന്നത്? ഈ പന്തലിൻ്റെ അകത്തേക്ക് വരണ്ട. വാദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ജയിക്കുകയും മറ്റേയാൾ തോൽക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടി. അതിവിടെ ഇല്ല. ഇവിടെ ഒന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് അറിയിക്കാം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുകയും ചെയ്യാം.
എന്തൊരു മനോഹരമായൊരു മെസ്സേജാണല്ലേ. കാരണം തർക്കങ്ങളിലും വാശിയിലും ബഹളങ്ങളിലും സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഒരാൾ ജയിക്കുന്നു, വേറൊരാൾ തോൽക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സാലിഹ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ക്യാമ്പസിൻ്റെ ഓഫീസിൽ വന്ന് പരിപാടി നടക്കേണ്ടത് വേണ്ടി വന്നതാണ്. വന്നപ്പോൾ നിങ്ങളെല്ലാം വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ജസ്റ്റ് പോവാന്ന് വെച്ചതാണ്. പക്ഷേ പരിപാടിയിലിരുന്ന് നിങ്ങൾ പരിപാടി കേട്ടോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിച്ച, എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതിയ കാര്യങ്ങളാണ് നിങ്ങളിവിടെ പറഞ്ഞത്. പിന്നെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു സെയിൽസ്മാൻ ആയിട്ടാണ്, അഡ്വർടൈസിങ് കമ്പനീൻ്റെ സെയിൽസ്മാൻ ആയിട്ട്. പലയിടത്ത് പോകുമ്പോഴും നമുക്ക് അവിടെ നിന്നെല്ലാം നെഗറ്റീവായിട്ടാണ് വരുന്നത് റിസൾട്ട്. അവർ പറയും നിന്നേക്കാളും പ്രൈസ് കുറച്ച് തരാൻ ആളുണ്ട്, നിൻ്റെ സാധനം ഞങ്ങൾക്ക് വേണ്ട എന്നെല്ലാം പറഞ്ഞ്, അതിന് പുറമെ ചില ആൾക്കാർ പറയും, ചില മുതലാളിമാരുടെ അടുത്ത് പോകുമ്പോൾ അവർ പറയും നീ എന്താണ് ഇങ്ങനെ, നിൻ്റെ സാധനം ഞങ്ങൾക്ക് വേണ്ട, ക്വാളിറ്റി ഇല്ല. എല്ലാ കമ്പനിക്കാരും എല്ലാവരും കൊടുക്കുന്നതും ഒരേ ഐറ്റമാണ്. പക്ഷെ അവർ പറയും നിൻ്റെ സാധനം ചൊവ്വില്ല, നിൻ്റെ സാധനം ഒട്ടും നല്ലതല്ല എന്ന് പറയും. അപ്പോൾ നമുക്കാകെ മാനസികമായിട്ട് തളരും. അപ്പോൾ ഈ തളർച്ച, ഈ നെഗറ്റീവ് എനർജിനെ നമുക്ക് പോസിറ്റീവ് എനർജി ആക്കാൻ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടോളൂ, ആ ചോദ്യമാണ് ബാക്കിയാവുക അല്ലേ? ഒരു വലിയൊരു ഗുരുനാഥനുണ്ടായിരുന്നു, മാഷ്. ആ മാഷിൻ്റെ അടുത്തേക്ക് ഒരു കുട്ടി വന്ന് എന്നിട്ട് ചോദിച്ചു, എനിക്ക് കുറേ ദുഃഖങ്ങളാണ്, കുറേ പ്രശ്നങ്ങളാണ്, വിഷമങ്ങളാണ്, കുറേ നെഗറ്റീവ് എനർജിയും ചിന്തകളൊക്കെയാണ്, എന്താണ് ഇതിന് പരിഹാരം എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു എന്താ ചെയ്തതെന്നറിയോ? അത് ശ്രീബുദ്ധനായിരുന്നു. ബുദ്ധ എന്താ ചെയ്തതെന്നറിയോ? ഇവനെ ഇങ്ങനെ കഴുത്തിൽ കോർത്ത് പിടിച്ചിട്ട് കുറച്ച് അവിടെ ഒരു പുഴയുണ്ട്, ആ പുഴയുടെ അടുത്തേക്ക് ഇങ്ങനെ പോയിട്ട്, പുഴയുടെ അടുത്തെത്തിയപ്പോൾ ഇവൻ്റെ കയ്യിലേക്ക് 2 സാധനങ്ങൾ കൊടുത്തു. ഒന്ന് ഒരു ഗ്ലാസ് വെള്ളമാണ്, പുഴയിൽ നിന്ന് മുക്കിയ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത്. എന്നിട്ടോ പിന്നെ ഒരു ചെറിയൊരു പൊതി കൊടുത്ത്. ആ പൊതി ഇങ്ങനെ ഇവൻ ആവേശത്തോടെ തുറന്നു നോക്കി, എന്താണ് ഇതിലുള്ളതെന്ന് അറിയാൻ വേണ്ടി. അപ്പം അതിനകത്ത് എന്താണെന്നറിയോ? ഉപ്പായിരുന്നു. ആ ഉപ്പ് ഇവനോട് ഈ ഗ്ലാസ്സിൽ കലക്കാൻ പറഞ്ഞു. ഇവൻ കലക്കി, ഇവനോട് കുടിക്കാൻ പറഞ്ഞു. ഇവൻ കുടിക്കാൻ പറ്റുന്നില്ല, അത്രയും കയ്പ്പാണ്, അത്രയേറെ ഉപ്പാണ് കലക്കിയിട്ടുള്ളത്. ഇവന് പറഞ്ഞു എന്നെ കൊണ്ട് കുടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു സാരമില്ല, അവിടെ വെച്ചോളൂ. എന്നിട്ട് ഗുരു ഇവനെ പുഴയുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഒരു പൊതി ഇവൻ്റെ കയ്യിൽ കൊടുത്ത്, അതേ അളവാണ്. തുറന്നു നോക്കിയപ്പോൾ ഉപ്പാണ്. അവനോട് ആ പുഴയിൽ കലക്കാൻ പറഞ്ഞു, ഉപ്പ് ഗ്ലാസ്സിൽ കലക്കാൻ പറഞ്ഞതുപോലെ പുഴയിൽ കലക്കാൻ പറഞ്ഞു. അങ്ങനെ പുഴയിൽ ഇവനിങ്ങനെ കലക്കി. ഓക്കെ, എന്നിട്ട് അവനോട് കുടിക്കാൻ പറഞ്ഞു. അവൻ കുടിച്ച്, പിന്നെയും കുടിച്ച്, ദാഹം തീരുന്നത് വരെ കുടിച്ചു. അപ്പോൾ ഗുരു അവനോട് പറഞ്ഞു കൊടുത്ത്, നേരത്തെ നിനക്ക് ഞാൻ തന്ന അതേ അളവ് ഉപ്പാണ് ഇപ്പോഴും ഞാൻ തന്നിട്ടുള്ളത്. പക്ഷെ അളവ് മാറിയത് എന്താണെന്നറിയോ? വെള്ളം. ഇതേപോലെയാണടാ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളുണ്ടാവും, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളുണ്ടാവും. നമുക്ക് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, എന്താണെന്നറിയാം? നമ്മുടെ മനസ്സിനെ വലുതാക്കുക. വെള്ളം കൂടിയപ്പോഴല്ലേ ഉപ്പ് ഒന്നുമല്ലാതായി മാറിയത് അല്ലേ? ഇതേപോലെ നമ്മുടെ മനസ്സിനെ വലുതാക്കാനേ പറ്റുള്ളൂ. ഞാൻ ഒന്നുകൂടെ വിശദാക്കി തരാം. മൂസാ നബി അല്ലേ അലൈഹിസ്സലാം, ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നബിയാണ്. ആ ചരിത്രം വായിച്ചാലും അങ്ങനെയാണ്. ഒരു വല്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം പഠിച്ചവനോട് നടത്തുന്ന കുറച്ച് പ്രാർത്ഥനകളുണ്ട് ഖുർആനിൽ. അതിലൊരു പ്രാർത്ഥന നല്ലോണം നമുക്കൊക്കെ അറിയുന്നൊരു പ്രാർത്ഥന. എന്താണ്? റബ്ബിഷ്റഹ്ലി സദ്രി. കേൾക്കണം കേട്ടോ. എന്താണ്? അറിയില്ല, എല്ലാവർക്കും അറിയുന്ന റബ്ബിഷ്റഹ്ലി സദ്രി. എന്താ അർത്ഥം? എന്താണ്? പഠിച്ചവനെ എൻ്റെ മനസ്സ് വലുതാക്കണേന്നാ അല്ലേ? എൻ്റെ മനസ്സ് വലുതാക്കി തരണേ. ഇത് എപ്പോഴാണ് പ്രാർത്ഥിച്ചത് എന്നറിയോ? ഫിറൗവിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്താണ്. ഫിറൗവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മൂസാ നബിക്ക് ഉറപ്പാണ് അയാൾ ദേഷ്യപ്പെടും. അയാൾ അല്ലെങ്കിലേ അഹങ്കാരിയാണ്. കൂടെ ഇതാരാ?
ഫിർഔൻ എന്ന ആളുടെ ഉപ്പും ചോറും കഴിച്ച് വളർന്ന ഒരാൾ വന്നിട്ട് അയാളോട് പറയാണ് നീയൊന്നുമല്ല ദൈവം, നീയൊന്നുമല്ല ദൈവം, പിന്നെ ആരാണ്? നമ്മുടെ ഒക്കെ ദൈവം വേറൊരാളാണെന്ന് വേറെ ആരും പറയുന്ന പോലല്ല. അയാളുടെ കൊട്ടാരത്തിൽ ജീവിച്ച ആളാണ് ആര്? മൂസാ നബി. ഇയാൾക്ക് എത്ര ദേഷ്യം ഉണ്ടാവും. ആ ദേഷ്യക്കാരനായ അഹങ്കാരിയായ പഠിച്ചോനാണ് എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് പോകുമ്പോൾ മൂസാ നബിൻ്റെ പ്രാർത്ഥന എന്താണ്? പഠിച്ചോന് എൻ്റെ മനസ്സ് വിശാലമാക്കണേ. എന്തുകൊണ്ട്? പഠിച്ചോനെ ഫിറൗവിൻ്റെ മനസ്സ് വിശാലമാക്കണേ എന്ന് പ്രാർത്ഥിച്ചില്ല? അങ്ങനെ പ്രാർത്ഥിച്ചുകൂടായിരുന്നോ? പഠിച്ചോനെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ അയാളുടെ മനസ്സൊന്ന് വലുതാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൂടായിരുന്നോ? നടക്കൂല. നമ്മൾക്ക് അനുകൂലമായി എല്ലാവരും സംസാരിക്കുമെന്ന്, നമ്മളെ സുഖിപ്പിക്കുന്ന രീതിയിൽ എല്ലാവരും സംസാരിക്കുമെന്ന്, നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് ഇതൊന്നും ഈ ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ നടക്കുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ സംഭവിക്കാവുന്നൊരു കാര്യം, നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? ഏത് ടൈപ്പ് ആൾക്കാരാണെങ്കിലും അവരെയൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ മനസ്സ് വലുതാകലേ നടക്കൂ. നമ്മൾ നടക്കുന്ന എല്ലാ വഴിയിലും ഇതേപോലെ കാർപ്പറ്റ് വിരിക്കാൻ കഴിയൂല. നടക്കണ കാര്യമല്ല. പക്ഷേ പ്രായോഗികമായി നടക്കുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? നമ്മൾ പോകുന്ന എല്ലാ വഴിയിലും നമ്മുടെ കാലിൽ ഒരു ചെരുപ്പുണ്ടാവുക എന്നുള്ള പരിഹാരം. നമ്മൾ നടക്കുന്ന എല്ലാ വഴിയിലും ഇതേപോലെ കാർപ്പറ്റ് വിരിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ നടക്കുന്ന എല്ലാ വഴിയിലും നമ്മുടെ കാലിൽ ഒരു ചെരുപ്പുണ്ടാവാനേ പറ്റൂ. ഇതാണ് മൂസാ നബി പ്രാർത്ഥിച്ചത്. റബ്ബിശ്റഹ് ലി സദ്രി, എനിക്ക് അനുകൂലമായി ഫിറൗന് മാറണേ, ഞാൻ പറയണൊക്കെ അയാൾ സ്വീകരിക്കണേ. പഠിച്ചവന് അയാളൊന്നും ഓക്കെ ആവണേ. നിങ്ങൾ ഇതിന് പോകുമ്പോൾ, ഡീലിങ്ങിന് പോകുമ്പോൾ, സാധനം വിൽക്കാൻ പോകുമ്പോൾ പഠിച്ചവന് അയാൾ എന്നോട് നന്നായി പെരുമാറണേ, അയാൾ ഇതൊന്ന് വാങ്ങണേ, അങ്ങനെ പ്രാർത്ഥിക്കുക. അത് തെറ്റാണെന്നല്ല. പക്ഷെ മൂസാ നബി പ്രാർത്ഥിച്ചതിൻ്റെ അകത്തൊരു ഫിലോസഫി ഉണ്ട്. അതെന്താണ്? എല്ലാവരും നമുക്ക് അനുകൂലമാവില്ല, എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുമോ? ഒരു പോസ്റ്റ് ഇട്ടാൽ വിമർശനങ്ങൾ നല്ലോണം ഉണ്ടാവും. അൺലൈക്ക് ചെയ്യപ്പെടാൻ ധീരത കാണിക്കലാണ് ഒരാളുടെ ഏറ്റവും വലിയ ധീരത. വിമർശിക്കപ്പെടാൻ ധീരത കാണിക്കൂ. അൺലൈക്ക് നിങ്ങളുടെ പോസ്റ്റിന് വരും എന്നതിന് നിങ്ങൾ ധീരത കാണിക്കൂ. ഡിസ്ലൈക്ക് ചെയ്യപ്പെടാൻ ധീരത കാണിക്കൂ. അതാണ് ഒരാളുടെ ധീരത. ഞാൻ പറഞ്ഞ് ശരിയല്ലേ? മനസ്സിലായില്ലേ? മൂസാ നബിയുടെ പ്രാർത്ഥന എപ്പോഴും മനസ്സിൽ ഓർത്തുള്ളൂ. ഏത് തരത്തിലുള്ളത് ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ടൊന്നാണ്. കാരണം ഫിറൗവിന് ഇങ്ങോട്ട് പറയാനുള്ളതല്ല മൂസാ നബിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. അതുകൊണ്ടാ അയാൾക്ക് ഇങ്ങോട്ട് എന്തും പറയാ, പക്ഷെ തിരിച്ചങ്ങോട്ടൊന്നും പറയാൻ പറ്റൂല. കാരണം ആകാശഭൂമികളിൽ ഏറ്റവും നല്ല കാര്യമാണ് പറയണേ, പഠിച്ചവനെ കുറിച്ചാണ് പറയണത്. അതുകൊണ്ട് മൂസാ നബി ആലോചിച്ചിട്ടുള്ള കാര്യം ഉണ്ടല്ലോ, അതിനകത്തൊരു ഫിലോസഫി ഉണ്ട്, ഭയങ്കര ഫിലോസഫിയാ. അത് എല്ലാ ജീവിത സന്ദർഭങ്ങളിലും ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഓർക്കേണ്ടതാ. റബ്ബിശ്റഹ് ലി സദ്രി, പഠിച്ചവനെ എൻ്റെ മനസ്സ് വിശാലമാക്കേണ്ടത്. അങ്ങനെ മനസ്സ് വിശാലായാലേ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് ഒന്നുമല്ലാതായി മാറുള്ളൂ. നമ്മുടെ മനസ്സ് എത്ര ചെറുതാവുണ്ടോ ഉപ്പ് കൂടുതൽ കൂടുതൽ കയ്പുള്ളതായിട്ട് മാറും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ വിമർശനങ്ങളുണ്ടാവും. അപ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങൾ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളത് എന്നൊക്കെ ചോദിക്കും. അതിന് കൊടുക്കാറുള്ളൊരു മറുപടി ഉണ്ട്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവരെന്താണ് പറയുന്നത് എന്ന് ഒരു 3 കൊല്ലം മുമ്പൊക്കെ ആലോചിച്ചിരുന്നു. അപ്പം അത് ആലോചിക്കാറേ ഇല്ല. നമ്മൾ പോകുന്നത് നമ്മുടെ വഴിയിലാണ്. ആ വഴി പക്ഷേ ഹൃദയത്തിൻ്റെ വഴിയാണ്, തലച്ചോറിൻ്റെ വഴിയല്ല. നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വഴിയിലാണ് പോണത് എങ്കിൽ ഒരാളെയും പേടിക്കണ്ട, പടച്ചോനെ മാത്രം പേടിച്ചാൽ. നമ്മളെ പടച്ചോൻ്റെ മാത്രം അടിമയാണ്. ഒരു മനുഷ്യനെയും പേടിച്ചിട്ട് ഈ ആയുസ്സിൽ ഒരു നിമിഷം പോലും ജീവിക്കരുത്. അകാരണമായ ഭയം മനുഷ്യനെ കുറിച്ച് ഉണ്ടാവരുത്. അതിൻ്റെ പേര് മരണം എന്നാണ്, അത് ജീവിതമല്ല. എന്നാലോ പടച്ചോനെ കുറിച്ച് മാത്രം ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വിചാരം കൊണ്ട് ഉണ്ടാവുന്നൊരു ധൈര്യമുണ്ട്. ആ ധൈര്യം ഒരാൾക്ക് ഉണ്ടാവുന്നതോടുകൂടി പിന്നെ വേറൊരു പേടി ഉണ്ടാവില്ല. അതാണ്.